ഗുഡ് മോർണിംഗ് ശ്രീ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. യെസ്, ഉഷാറാണെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പിന്നെ ചില മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. ഇന്നലെ റീൽസ് വന്നതിന് ശേഷം ഒരുപാട് പേരത് കണ്ടു, ആ അഭിപ്രായം ആളുകൾ കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ? എല്ലാ ദിവസവും ഉഷാറാണ്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം. നമ്മളൊന്നും വ്യക്തിപരല്ലല്ലോ, നമ്മളൊക്കെ ഏത് ചുമതല നിർവഹിക്കുന്നതും ഒരു പ്രസ്ഥാനം ചുമതലപ്പെടുത്തിയിട്ടാണല്ലോ. ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ്. ആ ചുമതല നിർവഹിക്കുമ്പോൾ നമ്മൾ ശരിയായ പാതയിൽ, പ്രസ്ഥാനം ഉദ്ദേശിച്ച പാതയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും LDF അല്ലെങ്കിൽ എൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത, എതിർപ്പുള്ള രാഷ്ട്രീയ എതിരാളികൾ വലിയ നിലയിൽ അക്രമം നടത്തും. അപ്പോൾ ആ അക്രമം ശക്തിപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിയായ പാതയിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിയായ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രസ്ഥാനവും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർഭയം നടപ്പിലാക്കാൻ ഇടപെടാൻ ഇനിയും മുന്നോട്ട് പോകും. ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയമുള്ളത്, എനിക്കൊന്ന് പ്രേക്ഷകർക്ക് സംശയമുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു സംശയമുള്ളത്, ഇത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തോ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന മട്ടിലൊരു പ്രചരണം ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അത് മിനിസ്റ്റർ ഇന്നലെ വിശദീകരിക്കാൻ പരമാവധി ശ്രമിച്ചു. മുഖ്യമന്ത്രി അത് ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തു. ആ മുതൽ ഇക്ഷ വരെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേന്ദ്ര ദേശീയപാത അതോറിറ്റിക്കാണ് ചുമതലയുള്ളത് സാങ്കേതികമായി. ഇങ്ങനൊരു തെറ്റിദ്ധാരണ വരാൻ എന്തായിരിക്കും ഇടയായിട്ടുണ്ടാവുക ശ്രീ മുഹമ്മദ് റിയാസ്? അത് വളരെ ബോധപൂർവം LDF സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ്. കാരണം അത്രയ്ക്ക് ഭയക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മുദ്രാവാക്യങ്ങൾ നാടിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ മാറ്റിമറിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ മുദ്രാവാക്യങ്ങൾ നമുക്കറിയാം, ഒരു സംശയമില്ല, സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, UDFും BJPയും അവർ ഉയർത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ജനങ്ങൾ തള്ളിക്കളയുകയാണ്. പശ്ചാത്തല വികസന മേഖലയിൽ 2016 മുതൽ LDF സർക്കാർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം വന്നു. കഴിഞ്ഞ ഗവൺമെൻറ് സഖാവ് G. സുധാകരൻ്റെ നേതൃത്വത്തിൽ LDFിൻ്റെ നയം നടപ്പിലാക്കി. ഈ 2021 സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ LDFിൻ്റെ നയം നടപ്പിലാക്കാനാണ് ഓരോ മന്ത്രിമാരെയും ഓരോ വകുപ്പ് ഏൽപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും വ്യക്തിപരമായി എന്നെ ഏൽപ്പിച്ചു. അത് ഞാനും നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ 9 വർഷം എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതകരമായ മാറ്റമാണ്. ആ മാറ്റത്തിൽ ഏറ്റവും വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ദേശീയപാതയുടെ വികസനം. ഒറ്റ ക്വസ്റ്റ്യൻ ഡോക്ടർ അരുൺ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ LDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ദേശീയപാത വികസനം ഇന്ന് കാണുന്നത് പോലെ ഉണ്ടാകുമായിരുന്നു? ഇല്ല. 2014 മലയാളിയുടെ സ്വപ്ന പദ്ധതിക്ക് റീത്ത് വെച്ച് പോയതാണ്. 2014 എന്താ റീത്ത് വെക്കാൻ കാരണം? അന്ന് സംസ്ഥാനം ഭരിച്ച UDF, ആ UDFിൻ്റെ കെടുകാര്യസ്ഥതയാണ് അതിൻ്റെ കാരണം. UDFിൻ്റെ കെടുകാര്യസ്ഥത മൂലം അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അവരുടെ ഓഫീസ് പൂട്ടിപ്പോയി. അതിൻ്റെ അന്നത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ഞാൻ ഒരിക്കൽ നിയമസഭയിൽ സൂചിപ്പിച്ചതാണ്. പുറത്തു പ്രസംഗങ്ങളിലും ഞങ്ങളെല്ലാവരും സൂചിപ്പിച്ചതാണ്. അന്ന് പോയി. LDFിൻ്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചു, NH66 യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തയ്യാറാകും, ആ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കും. പലരും പരിഹസിച്ചു. എന്നാൽ LDF 2016 അധികാരത്തിൽ വന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ ഉടൻ തന്നെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ പണം തരാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം മുടക്കാൻ തീരുമാനിച്ചത്. അത് 100-200 കോടിയല്ല ഡോക്ടർ അരുൺ, 5600ഓളം കോടിയാണ്. ഞാൻ അതിൻ്റെ കൃത്യമായ കണക്ക് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത് നിഷേധിക്കാൻ UDFിന് പറ്റുമോ? ഇത് നിഷേധിക്കാൻ കേരളത്തിലെ BJPക്ക് പറ്റുമോ? അങ്ങനെ പണം മുടക്കാൻ സംസ്ഥാന സർക്കാർ മറ്റ് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫണ്ട് ചെലവഴിക്കേണ്ട ഘട്ടത്തിലും ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നിങ്ങനെ ഇപ്പോൾ ചർച്ച എങ്ങനെയായിരിക്കുമോ ചെയ്യുക? ഇങ്ങനെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുമോ? കേരളം വിദേശ രാജ്യങ്ങൾ പോലെ മാറിക്കഴിഞ്ഞുവെന്ന് പറഞ്ഞ്
വലിയ നിലയിലേക്കുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്നു ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു പ്രചരണം നടത്താൻ സാധിക്കുകയായിരുന്നു. LDF സർക്കാരിൻ്റെ നിർണായക നിലപാടാണ്. അത് ഒന്ന് മാത്രമാണോ? പിന്നെ ഭൂമി ഏറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് നമുക്കറിയാം. ഈ സംസ്ഥാനത്തെ BJP ഒക്കെ തന്നെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ എത്രയെത്ര തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത ഇനീഷ്യേറ്റീവിനെ പ്രശംസിച്ചിട്ടുണ്ട്. എത്രയെത്ര തവണ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിൻ്റെ തലവൻ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തേച്ചു മാറ്റി കളഞ്ഞാൽ പോകുന്ന കാര്യമാണോ? പിന്നെ എന്ത് ചെയ്തു? ഈ 5600ഓളം കോടി കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. അത് ഡബിളായി 12000 കോടിയായി. ഞാൻ 12000 കോടിയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നു. ശരിയല്ലേ? ഇത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഇത് ഡബിളായില്ലേ? വസ്തുതയല്ലേ? ചുരുക്കി പറഞ്ഞാൽ 12000 കോടി മുടക്കി. ഇനി അതവിടെ കിടക്കട്ടെ. 12000 കോടിയുടെ കാര്യം അവിടെ കിടക്കട്ടെ. പണം മുടക്കിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? UDFൻ്റെ നേതാക്കന്മാർക്കോ BJPയുടെ നേതാക്കന്മാർക്കോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇനി അത് മാറ്റൂ. അടുത്തത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? എന്തൊക്കെ സമരം നടന്നു കേരളത്തിൽ? ഏതൊക്കെ സമരം നടന്നു? ആ സമരത്ത് പങ്കെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മുന്നണി ഏതൊക്കെയാണ്? UDF പങ്കെടുത്തില്ലേ? കേരളത്തിലെ BJP പങ്കെടുത്തില്ലേ? സഖാവ് പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ചില്ലേ? കേരളത്തിലെ LDF സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചില്ലേ? ആ മുദ്രാവാക്യം വിളി ദേശീയപാത വികസനത്തിനെതിരെയുള്ള മുദ്രാവാക്യമല്ലേ? അതാണ്. അത് നമുക്കറിയാം. ഇതൊക്കെ വസ്തുതയല്ലേ? അപ്പോൾ ഒരു കാലത്തും UDF അധികാരത്തിലുള്ളപ്പോഴും അധികാരത്തിലില്ലാത്തപ്പോഴും ദേശീയപാത വികസനത്തിന് വേണ്ടി ഒരു കാലണയുടെ ഇടപെടൽ പോലും നടത്തിയിട്ടില്ല. അതിൻ്റെ കുറ്റബോധം അവർക്കുണ്ട്. ദേശീയപാത വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ UDFന് നിലവിലുള്ള ജനപിന്തുണ പോലും കുറയും എന്നവർക്കറിയാം. ദേശീയപാത വികസനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നവർ ദേശീയപാത വികസനത്തിലെ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് കിട്ടാവുന്ന ഒരു രാഷ്ട്രീയമായ നേട്ടത്തെ ഭയക്കുന്നത് കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്നുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ പടർത്തുന്നത് എന്നാണ് താങ്കളുടെ വാദം. അല്ല, വാദമല്ലല്ലോ, അത് വസ്തുതയല്ലേ? വസ്തുതയാണ്. എന്നിട്ട് ഈ വസ്തുത പ്രചരിപ്പിക്കുന്നതാണ് എന്തോ തെറ്റ്. നമുക്കറിയാം, മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന സമീപനം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ഞങ്ങളുടെ മുമ്പുള്ള വഴി എന്താ? ഞങ്ങളുടെ മുമ്പുള്ളൊരു വഴിയാണ് സോഷ്യൽ മീഡിയ. ഞങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി ഓരോരുത്തരും ഓരോ മാധ്യമപ്രവർത്തകരാണ്. അവർക്ക് സാധ്യമാകുന്ന നിലയിൽ അവരുടെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ, ഓരോ വകുപ്പിൻ്റെയും ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കും. ഞങ്ങൾ ഓരോരുത്തരും മാധ്യമപ്രവർത്തനം ഏറ്റെടുക്കും. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വസ്തുതകൾ പറയാൻ തയ്യാറാകാതെ പോകുമ്പോൾ പറഞ്ഞേ പറ്റൂ എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ റീൽസ് ഇടരുത്, റീൽസിന് നിരോധനം. ഇങ്ങനെ കരയണോ? ഞങ്ങളുടെ റീൽസിന്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ, ഞങ്ങളുടെ സഖാക്കളുടെ റീൽസിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റീച്ച് വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് റീൽസിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളത്തിലെ UDF എന്ന മുന്നണിയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും തരംതാണ് പോയില്ലേ? ഞങ്ങൾ ഇനിയും റീൽസ് ഇടും, ഞങ്ങൾ ഇനിയും പ്രചരിപ്പിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രചരണം നടത്തും. ശരി, സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ഓരോ വകുപ്പിന്റെ നേട്ടങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിക്കും. ഈ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഫ്ലെക്സ് വെച്ചതും റീൽസ് വെച്ചതും ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണെങ്കിൽ ആ ക്രെഡിറ്റ് പൊളിയുന്ന സമയത്തും നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 5600 കോടി രൂപ മുടക്കിയത് മാത്രമല്ല, ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ 2016 LDF സർക്കാരിൻ്റെ ഇടപെടൽ, LDF സർക്കാർ അല്ലായിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു സംശയമില്ല, നടക്കില്ലായിരുന്നു. അത് ഞങ്ങൾ പറയണ്ടേ? പിന്നെ മായാവി സിനിമയിലെ മമ്മൂട്ടിയെ പോലെ അദൃശ്യനായി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ഭരണ നേട്ടവും ജനങ്ങളിൽ എത്തിക്കാതെ അദൃശ്യനായി നടക്കണോ? മായാവിയിലെ മമ്മൂട്ടിയെ പോലെ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവർക്കറിയാം ഇത് മറ്റ് നിലയിൽ പ്രചരിപ്പിക്കപ്പെടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. മറ്റ് നിലയിൽ പ്രചരിപ്പിക്കപ്പെടില്ല. മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഇത് അത്രത്തോളം പ്രചരിപ്പിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ ഏക പ്രചരണ മാർഗം എന്താണ്? സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ പുതിയ കാലത്ത് ഏറ്റവും സൗകര്യമുള്ളത് എന്താണ്? റീൽസാണ്. ഏറ്റവും സൗകര്യമുള്ളതാണ് യൂട്യൂബിലെ ഷോർട്സാണ്. വളരെ കുറച്ച് സമയം ആൾ കാണൂ. അത് ഞങ്ങൾ ഇടരുത്. ഇതെന്താ അടിയന്തരാവസ്ഥയാണ്? അടിയന്തരാവസ്ഥയാണത്. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗമായ ഞാനോ, ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു പൗരനോ
റീൽസ് ഇടരുത്, അല്ലെങ്കിൽ റീൽസ് ഇടുന്നതിന് ആകെ അവഹേളിക്കുന്ന നില വന്നാൽ ഇത് അടിയന്തരാവസ്ഥക്ക് തുല്യമായ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? അതല്ലേ ഇവിടെ BJP UDF നടത്തുന്നത്? ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞേ പറ്റൂ, അതിലൊരു സംശയവുമില്ല ഡോക്ടർ അരുൺ. ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സാങ്കേതിക വിദഗ്ധർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധർ അവർ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് റിപ്പോർട്ട് വെക്കും. അതിൻ്റെ ഡിസ്കഷൻ നടക്കും. അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങൾ കൈക്കൊള്ളണം. എന്തൊക്കെ കൈക്കൊള്ളാൻ പറ്റുമോ അതൊക്കെ കൈക്കൊള്ളണം. നിർമ്മാണം നല്ല നിലയിൽ മുന്നോട്ട് പോകണം. ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടണം. ഇതാ കിട്ടിപ്പോയി ഒരു അവസരം, ഒരു സുവർണാവസരം എടുക്കുകയാണ്. ഇങ്ങനെ ഒരു രീതിയുണ്ടോ? ഇത് നേരത്തെ കോവിഡിന് കണ്ടില്ലേ? കോവിഡ് സമയത്ത് ഈ പ്രതിപക്ഷം കേരളത്തിലെടുത്ത നിലപാട് കണ്ടില്ലേ? അതിനല്ലേ കേരളത്തിലെ ജനങ്ങൾ നൽകിയ മറുപടി 2021 തെരഞ്ഞെടുപ്പ് ഫലത്തിലെ പല കാരണങ്ങളിലൊന്ന്. അതൊന്ന് പഠിച്ചോ? അതൊന്ന് പഠിക്കാൻ തയ്യാറായോ? ദേശീയപാത വികസനം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ LDFന് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റുക. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുക എന്നുള്ളത് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ആഗ്രഹമാണ്. BJPയിലും കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒക്കെ പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഉൾപ്പെടെ ആഗ്രഹമാണ്, എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാന കേരളം. ഏറ്റവും അധികം ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. വാഹനപ്പെരുപ്പം കൂടുതലാണ്. ഈ ദേശീയപാത വികസനം വന്നിട്ടില്ലെങ്കിൽ എന്താവും നമ്മുടെ നാടിൻ്റെ സ്ഥിതി? എവിടേക്ക് എത്തും നമ്മുടെ നാട്? നമ്മുടെ ഭാവി എന്താകും? ഇത് വന്നാൽ തന്നെ നമുക്ക് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇതിനെ പൊളിക്കാൻ ഈ പദ്ധതി നേരത്തെ മുടക്കാൻ ശ്രമിച്ചവരാണ്. അധികാരം കയ്യിലുണ്ടായിട്ട്, കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഒരുപോലെ അധികാരം കയ്യിലുണ്ടായിട്ട് കോൺഗ്രസ് ഇതിലെന്ത് ചെയ്തു? പിന്നീട് കോൺഗ്രസ് എന്ത് ചെയ്തു? സംസ്ഥാന സർക്കാർ UDFൻ്റെ കയ്യിലുണ്ടായിട്ട് ഇത് നടത്തിയോ? നടപ്പിലാക്കാൻ തയ്യാറായോ? പല നിലയിലുള്ള ഗ്രൂപ്പ് തമ്മിലടി ഉണ്ടായില്ലേ? ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉയർത്തിയോ ഈ വിഷയം? ദേശീയപാത വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നില്ലല്ലോ ആ തമ്മിലടി. ദേശീയപാത യാഥാർത്ഥ്യമാക്കണമെന്ന് പറഞ്ഞിട്ടല്ലായിരുന്നല്ലോ തമ്മിലടി. അപ്പോൾ അന്ന് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2016 ശക്തമായ നിലപാട്, പണം മുടക്കുകയും ഭൂമി ഏറ്റെടുക്കലിൻ്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാർ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കൈക്കൊണ്ടപ്പോൾ ജനങ്ങളാകെ പിന്തുണച്ചു. എന്നാൽ അതിനെ മുടക്കാൻ ശ്രമിച്ചില്ലേ? വയൽക്കിളി സമരം നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടില്ലേ? മറ്റെന്തെല്ലാം സമരമുണ്ട്? എവിടുന്ന മണ്ണ് കൊണ്ടുവന്നത് നമ്മൾ മറന്നോ? ബംഗാളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു. എന്തൊക്കെ സമരം അവിടെ നടത്തി, എന്തൊക്കെ നിലയിൽ മുന്നോട്ട് പോയി. അങ്ങനെ നടത്തിയവരുടെ മനസ്സിലിപ്പോഴും ദേശീയപാത പ്രവർത്തനം മുടങ്ങണമെന്ന. ആർക്കാ അതിൻ്റെ ദോഷം മുടങ്ങിയാൽ? ഈ നാട്ടിലെ ജനങ്ങൾക്കല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ അള്ളുവെക്കാനാണ് ഇവിടെ UDFും കേരളത്തിലെ BJPയും ശ്രമിക്കുന്നത്. UDF ഇതിൽ പ്രധാനമായി നിലപാട് സ്വീകരിക്കുന്നു. ദേശീയപാതയിൽ ഒരു പ്രശ്നം വന്നാൽ ചാടി വീണ് ഇതാകെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം, അത് പരിശോധിക്കണം, പരിഹരിക്കണം. അത് എല്ലാവരും കൂടി എടുക്കേണ്ട നിലപാടാണ്. അതിന് പകരം ഇതാകെ പൊളിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പം നിലവിൽ 99 സീറ്റാണ് LDFന് കിട്ടിയതെങ്കിൽ അതിന് ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞാൽ UDFന്റെ അവസ്ഥ എന്നുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി കഴിഞ്ഞാൽ. ഇതിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം കൂടി, നമ്മൾ റീൽസിന്റെ കാര്യം പറഞ്ഞു. റീൽസും ഫ്ലെക്സും വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊളിയുന്ന സമയത്തും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, അനാഥത്വം പേറുകയാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഒരു കാര്യം കൂടി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊരു വിശദീകരണം ആവശ്യമുള്ളത്, ഏകോപനം താങ്കൾ നടത്തി എന്ന് പലതവണ പറഞ്ഞതായി, നമ്മളോടടക്കം താങ്കൾ പറഞ്ഞതായുള്ള ക്ലിപ്പിങ്ങുകൾ വെച്ചുകൊണ്ടാണ് താങ്കളെ വിമർശിക്കുന്നത്. ആ ഏകോപനം നടത്തി എന്ന് പറഞ്ഞാൽ ഇതാണോ ഏകോപനം എന്നാണ് ചോദിക്കുന്നത്. ഏകോപനം നടത്തിയാൽ ഇങ്ങനെ വിള്ളൽ വരുമോ? ഏകോപനം നടത്തിയാൽ അടിമണ്ണിന് ബലക്ഷയം സംഭവിക്കുമോ? ഇത് തിരിച്ചറിയേണ്ടതല്ലേ ഏകോപനം നടത്തിയ മിനിസ്റ്റർ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് യോഗം നടത്തി. ഞങ്ങൾ വിവിധ റീച്ചുകളുടെ യോഗം, വിവിധ സ്ട്രെച്ചുകളുടെ യോഗം ഒക്കെയായി നടത്തിയിട്ടുണ്ട്. എത്രയെത്ര പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്, പരിഹരിച്ചിട്ടുണ്ട്. നിങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ചോദിച്ചാൽ അവർ തന്നെ തുറന്നു പറഞ്ഞതല്ലേ? നിങ്ങളുടെ ചാനലിന് മുമ്പിൽ എത്രയോ തവണ അവർ പറഞ്ഞതല്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ഇടപെടൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടല്ലോ ഇപ്പോൾ ഒരു 3 കൊല്ലം കഴിഞ്ഞാലും തീരില്ലായിരുന്നു. അങ്ങനെ ഇടപെട്ടു, പല വിഷയങ്ങളിൽ ഇടപെട്ടു, പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടു. അത് തന്നെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ഇതിൽ ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇടപെടുന്നു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയില്ലേ ഡോക്ടർ അരുൺ? നമ്മുടെ നാട്ടിലെ പത്രങ്ങൾക്ക് പിന്നെ അതിന് സമയക്കുറവാണ്. എന്നാൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി
NH-66 പ്രവൃത്തി കർണാടകയിൽ ഒച്ചിൻ്റെ വേഗത്തിലാണെന്നാൽ കേരളത്തിൽ അത് അതിവേഗം നടക്കുന്നു. കാരണം കേരളത്തിലെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഏകോപനമാണ്. ഇത് എല്ലാവർക്കും അറിയില്ലേ? ഇത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം രാഷ്ട്രീയമാണ്, അധികാരമാണ്. അടുത്ത തവണ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിൽ നിലനിൽപ്പില്ല. അഴിമതി നടത്തി ഫണ്ട് വെട്ടിപ്പ് നടത്തി പിടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്നവരാണ് ഇതിലെ പല നേതാക്കന്മാരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അധികാരം, കേരളത്തിലെ സംസ്ഥാന അധികാരം ലഭിക്കാൻ എന്തും പ്രചരിപ്പിക്കുക. അതില്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. അധികാരമില്ലെങ്കിൽ നിലനിൽപ്പില്ല. ഇപ്പം തന്നെ കാണുന്നില്ലേ? അതിനു വേണ്ടി എന്തും പ്രചരിപ്പിക്കുക. കോവിഡ് സമയത്ത് പ്രചരിപ്പിച്ചു, അതിന് ജനങ്ങൾ മറുപടി നൽകി. ഇപ്പൊ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാൻ നോക്കുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഡോക്ടർ ആരോട് പറയട്ടെ. പറഞ്ഞോളൂ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവൃത്തി നടക്കുന്ന ഈ കാലയളവിൽ നിരവധി തവണ നിരവധി പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരുമായി പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ യോഗങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടപെടലിൽ ഇതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് UDF പറയാനുള്ളത്? സംസ്ഥാന സർക്കാർ നൽകിയ ഫണ്ട്, ആ ഫണ്ട് നൽകിയിട്ടില്ല എന്നാണോ UDF ജനങ്ങളോട് പറയാനുള്ളത്? അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ മിനിസ്റ്റർ, ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഈ DPR1, DPR2, DPR3 ഈ DPR അട്ടിമറിച്ചോ, അത് ആർക്കു വേണ്ടി അട്ടിമറിച്ചു എന്നാണ് ചോദിച്ചത് സുരേഷ് ഗോപി. പ്രീണനം നടത്തിയിട്ടുണ്ടോ DPR അട്ടിമറിച്ചത് വഴി? ആ പ്രീണനം നടത്തിയത് ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് DPR തയ്യാറാക്കുന്നത് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിൻ്റെ ഗതാഗത റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് DPR തയ്യാറാക്കുന്നത്. കൺസൾട്ടൻസി വയ്ക്കുന്നതും അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതും കരാറ് കൊടുക്കുന്നതും എല്ലാം NHAI ആണ്. അപ്പോൾ ഈ DPR അട്ടിമറിച്ചോ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിക്കുക. അതാരാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്? സംസ്ഥാന സർക്കാരിന് അതിനകത്ത് എന്തെങ്കിലും റോളുണ്ടോ ശ്രീ മുഹമ്മദ് റിയാസ്? അല്ല, അതിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നത് മുതൽ മറ്റ് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാലുള്ള എല്ലാ നിർമ്മാണ കാര്യങ്ങളും അത് നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയുന്ന കാര്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യും, ഇനിയും ഇടപെടും, മുന്നോട്ട് പോകും. ഈ പ്രീണനം നടന്നു എന്നൊക്കെ കേന്ദ്രമന്ത്രി പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? അപ്പം ഈ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? അങ്ങനെ ഒരു പ്രീണനമോ DPR അട്ടിമറിക്കലോ അങ്ങനെ എന്തെങ്കിലും നടന്നതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നും ഒന്ന് വ്യക്തമാക്കി വിശദീകരിച്ച് പറയാതെ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ചിലയിടങ്ങളിലുള്ളത് പരിഹരിക്കണം. നല്ല നിലയിൽ നമുക്ക് റോഡ് നിർമ്മാണം നടത്തണം. പക്ഷെ പദ്ധതി യാഥാർത്ഥ്യമാവണം. പദ്ധതി ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ്, അന്തിമ ഘട്ടത്തിലാണ്. അത് പൊളിക്കാനുള്ള ഒരു നീക്കവും കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. ഈ മിനിസ്റ്റർ ഈ സമയത്ത് കേന്ദ്രമന്ത്രി പദ്ധതി പൂർണ്ണമായും ഡോക്ടർ അരുൺ ആ പദ്ധതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അതിൽ സംസാരിച്ച് ഞങ്ങൾ ഇതിലൊക്കെ തന്നെ കൃത്യമായ നിലപാടെടുത്തു പോകുന്നുണ്ട്. എല്ലാ നിലപാടും ഞങ്ങൾ എടുത്തു പോകുന്നുണ്ട്. പദ്ധതി പരിപൂർണമായി പൂർത്തീകരിക്കപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്ന ഒരു നീക്കവും സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മന്ത്രിസഭയിലെ ഒരു അംഗമെന്നുള്ള നിലയിൽ വ്യക്തിപരമായി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. പദ്ധതി പൂർത്തീകരിക്കണം. അപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യണം. പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ജനങ്ങൾ ഈ വിവാദവും പ്രശ്നമൊന്നുമല്ല. നല്ല റോഡാവണം, റോഡ് നിർമ്മാണത്തിൽ കുഴപ്പമുണ്ടാവരുത്, പദ്ധതി യാഥാർത്ഥ്യമാവണം. എന്നാലേ വേഗത്തിൽ ഞങ്ങൾക്ക് കേരളത്തിൽ സഞ്ചരിക്കാൻ പറ്റൂ, ഞങ്ങൾക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പദ്ധതി എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ നിർമ്മാണത്തിൻ്റെ എല്ലാ സാങ്കേതിക കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാതെ പോകണം. ഒരു വിവാദം ഉണ്ടാക്കി നിതിൻ ഗഡ്കരിയുടെ വകുപ്പിൽ നിന്നൊരു ഇറങ്ങിയിരുന്നു. മിനിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്കാണ് വീഴ്ച വന്നിരിക്കുന്നതെന്നും അടിമണ്ണ് ബലപ്പെടുത്തുന്നത് നേരത്തെ ആകാമായിരുന്നുവെന്നും അത് ചെയ്തില്ല എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട എക്സ്പെർട്ട് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആ വഴിക്ക് NHAIയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ താങ്കൾ അറിയുന്നുണ്ടോ? ഈ നിലപാട് മതിയോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കരാറുകാരുടെ ചെലവിൽ തന്നെ ആ പണി പൂർത്തിയാക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗതാഗത മന്ത്രാലയം, കേന്ദ്ര ഗതാഗത മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്.
ഇത് മാത്രമാണോ ഇനി നമ്മുടെ മുന്നിലുള്ള പോംവഴി? ഇതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള വിവരം ഇനി ഗതാഗത മന്ത്രാലയത്തെ നമ്മൾ അറിയിക്കുമോ? എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ശ്രീ മുഹമ്മദ് റിയാസ്? അല്ല, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ്. ഈ അനിഷ്ട സംഭവ ദൗർഭാഗ്യരാണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ റിപ്പോർട്ട് ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ റിപ്പോർട്ട് കൂടി വെച്ച് പിന്നീട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ PWDക്ക് സാങ്കേതികമായൊരു ഉപദേശം ഈ NHAIക്കോ ഈ കരാർ നടത്തിക്കൊണ്ടിരിക്കുന്ന KNR എന്ന കമ്പനിക്കോ നൽകാൻ കഴിയുമോ? അല്ല, അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മാണത്തിൻ്റെ ചുമതല. അത് അലൈൻമെൻറ്റ് മുതൽക്ക് നമ്മളിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പരിപൂർണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, മിനിസ്റ്റർ, ഒരു കാര്യം കൂടി. ഈ വിഷയത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ അങ്ങ് നേരിടുന്നു. പക്ഷേ അങ്ങ് തന്നെ പറഞ്ഞതോടുകൂടി അതിനകത്തൊരു കുറച്ച് ക്ലാരിറ്റി വരുന്നു. ഇന്നിപ്പോൾ അങ്ങ് വളരെ കൃത്യമായിട്ട് തുറന്നു പറയുകയും ചെയ്തു അതിന് പിന്നിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്താണ് എന്നുള്ളത്. ഇത് 2026 ജനുവരി മാസം നമ്മൾ തുറക്കാനിരുന്നതാണ് പല സ്ട്രെച്ചുകളും. അത് അതേ സമയത്ത് തന്നെ തുറക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ടോ മിനിസ്റ്റർ? അതിന് വേറെ പ്രയാസം വരാൻ സാധ്യത കുറവാണ്. ഇപ്പം തന്നെ നമ്മളിതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഏതൊക്കെ സ്ട്രെച്ചിൻ്റെ വർക്ക് കഴിഞ്ഞു അതൊക്കെ കൊണ്ട് തുറക്കലാണ്. അപ്പോൾ തുറക്കും, അപ്പോൾ തുറന്നു പോകുന്നതാണ് സ്ഥിതി. ഇപ്പം അങ്ങനെ പലതും തുറന്നിട്ടുണ്ടല്ലോ, ഡോക്ടർ അരുൺ കാണുന്നുണ്ടല്ലോ. അതാണല്ലോ ഈ റീൽസൊക്കെ ഇങ്ങനെ വരുന്നത് പലതും തുറക്കുമ്പോൾ. അപ്പോൾ അത് അതേപോലെ ഇങ്ങനെ തുറന്നു പോകും. എന്തായാലും ഇത് ലക്ഷ്യത്തിലെത്തും, ഒരു സംശയമില്ല, ലക്ഷ്യത്തിലെത്തും. അത് നിശ്ചയിച്ച സമയത്ത് തന്നെ തുറന്നു കൊടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. അത് എല്ലാ നിലയിലും നമുക്ക് ഇതിൻ്റെ എല്ലാ നിലയിലും മികച്ച റോഡാക്കി, എല്ലാ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റോഡായി സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെ ആഗ്രഹം. ദയവേത് UDF അതിനെതിരെ നിലപാടെടുക്കരുത്. ഈ മിനിസ്റ്റർ ഈ സ്ഥലം, ഈ കുരിയാടക്കമുള്ള സ്ഥലങ്ങൾ മിനിസ്റ്റർ സന്ദർശിക്കാനിത് എന്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഒളിഞ്ഞ സ്ഥലവും കൂടി സന്ദർശിക്കേണ്ടേ എന്നാണ് അവരുടെ ചോദ്യം. അല്ല, അത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തിന് എന്തും ചോദിക്കാം, എല്ലാ നിലയിലും ഇടപെടാം, എങ്ങനെയും പറയാം, എന്തും പറയാം. അതിലവർക്ക് പ്രശ്നമില്ല, അതവർക്ക് പറയാവുന്നതാണ്. ഇവിടെയൊക്കെ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നേരിട്ട് പോയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും PWDയും പോയിട്ടുണ്ട്. MLA മാർ അവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുതൽ എല്ലാ MLA മാരും ഭരണകക്ഷി പ്രതിപക്ഷ MLA മാരൊക്കെ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ പല പ്രശ്നങ്ങളും വന്നത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട്. എത്രയോ വിഷയങ്ങൾ ഇതിൽ പരിഹാരം കണ്ടിട്ടുണ്ട്. പല വിഷയങ്ങളും പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ വിവിധ വകുപ്പുകളായിട്ട് ഉള്ള ഏകോപനം ഒക്കെ തന്നെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. NHAIൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഇതൊരു അത്ഭുതമാണ്, ഞങ്ങളൊരു സ്റ്റേറ്റിലും ഇങ്ങനെ കാണുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഇതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിനോട് മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഇന്നത് മാധ്യമങ്ങൾ കാണിക്കില്ല, അത് കാണിക്കാത്തതിൽ അത്ഭുതമല്ല. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ മഴ വരാൻ പോവുകയാണ്, ആശങ്കയുണ്ടോ മിനിസ്റ്റർക്ക്? അല്ല, എല്ലാ മഴക്കാലത്തും നമുക്കറിയാം കേരളത്തിലെ ഭൂരിപക്ഷ മാസവും മഴയാണ്. അപ്പോൾ ഈ മഴയാണ് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് നമുക്ക് റോഡ് നിർമ്മാണം വേഗത, ഈ നാഷണൽ ഹൈവേൻ്റെ എല്ലാം പറഞ്ഞ് പൊതുവേ റോഡ് നിർമ്മാണം മഴക്കാലത്ത് നടത്താൻ പറ്റില്ല. അപ്പോൾ മഴക്കാലത്ത് നടത്താൻ പറ്റുന്ന നിലയിലുള്ള പുതിയ സാധ്യതകൾ എന്തൊക്കെ, അതിൻ്റെ റിസർച്ച് ഇതൊക്കെ PWD നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാതെ കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് എങ്ങനെ റോഡ് നിർമ്മാണം ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നുള്ള പരിശോധനയും അന്വേഷണമൊക്കെ ഞങ്ങൾ അതിൻ്റെ ഭാഗമായി വലിയ നിലയിലുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു മിനിസ്റ്റർ. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ മിനിസ്റ്റർ ഫ്രീ ആക്കാം. ഈ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നിരുന്നല്ലോ, അതിനോട് മിനിസ്റ്റർ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെന്താണ് ഇങ്ങനൊരു വാർത്ത വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്ന് മിനിസ്റ്റർ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
അല്ല, അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷും പറഞ്ഞു കഴിഞ്ഞാണ്. ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞാണ്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. പിന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ എങ്ങനെ ആക്രമിച്ചാലും എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിക്കുന്നതിൽ ഒരടി പുറകോട്ട് പോയില്ല. എങ്ങനെ ആക്രമിച്ചിട്ടും കാര്യമില്ല, എങ്ങനെ അവഹേളിച്ചിട്ടും കാര്യമില്ല, എങ്ങനെ വക്രീകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അത് നിങ്ങൾ എത്ര തുടർന്നാലും ഏൽപ്പിച്ച പ്രവർത്തനം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, വ്യക്തിപരമായി എങ്ങനെ ആക്രമിച്ചാലും തിരിച്ച് വ്യക്തിപരമായ ഒരു ശത്രുതയോടുകൂടി നിലകൊള്ളില്ല. അതിന് കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ടാൽ വളരെ സന്തോഷത്തോടെ നിൽക്കും. അത് പുറത്തേക്ക് മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് അസംബന്ധ വാർത്തകളാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് 2026 ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണി പൂർത്തിയാക്കട്ടെ. താങ്ക് യു മിനിസ്റ്റർ, കാര്യങ്ങൾ വിശദീകരിച്ചതിന്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.